ഇമാമിന് നമ്മളെ തിരിച്ചറിയാൻ ഒരു അടയാളമുണ്ട്. സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്കൊരു അടയാളമുണ്ട്. ഞാനും സുന്നിയാണ്, നിങ്ങളും സുന്നിയാണ്, നമ്മളൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരാണ്, സുന്നത്തി ജമാഅത്തിന് വേണ്ടി എല്ലാ ത്യാഗവും ചെയ്യുന്നവരാണ്, ആയിരങ്ങൾ കൊടുക്കുന്നവരാണ്, അതിന് നമ്മൾ ഉറക്കമിളക്കുന്നവരാണ്, സുന്നത്തി ജമാഅത്തിന്റെ നേതാക്കളെ സ്നേഹിക്കുന്നവരാണ്. മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവരാ, അവിടുത്തെ പൊരുത്തം ആഗ്രഹിക്കുന്നവരാ. ഇങ്ങനെ സർവ്വ സുന്നത്തി ജമാഅത്തിന്റെ നേതാക്കളെയും സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളെയും ഔലിയാക്കളെയും സ്നേഹിക്കുകയും ആദരിക്കുകയും അതിനു വേണ്ടിയിട്ട് എല്ലാ ത്യാഗം ചെയ്യുകയും ചെയ്യുന്നവരാ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ മോനെ, നിനക്കെന്നോട് വെറുപ്പുണ്ടോ എന്നറിയില്ല, നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണം എന്ന നിർബന്ധം അങ്ങനെയുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ അല്ലാ നിങ്ങളെ കമന്റ് എനിക്ക് വേണ്ട, അഭിപ്രായങ്ങൾ എനിക്ക് വേണ്ട. നിങ്ങൾ കുറെ മദ്ഹ് ചെയ്തത് കൊണ്ട് കാര്യമില്ല, എന്നാൽ മദ്ഹ് ചെയ്തത് കൊണ്ട് എനിക്ക് വിരോധമില്ല, നിങ്ങൾ കുറ്റം പറഞ്ഞാലും വിരോധമില്ല. അതേ ഫയകൂനു മദ്ഹുഹും വദമുഹും സവാ, മദ്ഹ് പറഞ്ഞാലും തുല്യമാ, ദമ്മ് പറഞ്ഞാലും തുല്യമാ. ഞാനൊരു കാര്യം പറയട്ടെ, സുന്നത്തി ജമാഅത്തിന്റെ ശിആർ, സുന്നത്തി ജമാഅത്തിന്റെ അടയാളം, നാളെ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ നിന്നെ കാണുമ്പോൾ നിന്നെ ഒന്ന് കൈപിടിക്കാൻ, നിനക്ക് സീറ്റ് തരാൻ സുന്നത്തി ജമാഅത്തിന്റെ ശിആർ നിന്റെ അടുത്തുണ്ടോ? സുന്നത്തി ജമാഅത്തിന്റെ ശിആർ എന്താണെന്നറിയുമോ? ഒന്നാമത്തത് ഹബീബ് മുത്തുനബിന്റെ പേര് കേൾക്കുമ്പോ, ഹബീബിന്റെ വസ്തു കേൾക്കുമ്പോൾ, ഹബീബിനെ പറ്റി പറയുമ്പോൾ, ഹബീബിനെ ചർച്ചക്കിടുമ്പോൾ ഒരു സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസിയാണെങ്കിൽ അവൻ പരിസരം വിട്ട്, പരിസരം മറന്ന്, വേദി മറന്ന് ആവേശത്തോടെ അവന്റെ വായിൽ സലാത്ത് വരുന്നതാ. തങ്ങളെപ്പറ്റി പറയുമ്പോൾ അവൻ അടങ്ങിയിരിക്കൂല, അവനതായേത് പ്രതിസന്ധിയിലാണെങ്കിലും സ്വലാത്ത് വരാതിരിക്കൂല, സ്വലാത്ത് കൊണ്ട് ശബ്ദമുയരാതിരിക്കൂല, സലാത്തിന് വേണ്ടിയിട്ട് അവൻ വെമ്പൽ കൊള്ളാതിരിക്കൂല. എന്തേ എനിക്കത് വരാത്തത്? ഹബീബിനെ കേൾക്കുന്ന സമയത്ത് എന്താ വരാത്തത്? ഹബീബിനെ കേൾക്കുമ്പോഴ് എന്തുകൊണ്ട് ആവേശത്തോടുകൂടി സലാത്ത് നാവില് വന്നില്ല? ഹബീബിന്റെ വസ്തു കേൾക്കുമ്പോൾ എന്തുകൊണ്ട് വന്നില്ല? ഇല്ല മോനെ, നിന്റെ ഇസ്ലാം സുന്നത്തി ജമാഅത്തിന്റെ ശിആർ നമ്മിലില്ല എന്ന് പറയേണ്ടി വരൂലേ? പഴയകാലത്തെ ആലിമീങ്ങള് അല്ലാ ഈ വടക്ക് മലബാറൊക്കെ എത്ര ആലിമീങ്ങളെ വഴുതു കേട്ടവരോ, എത്ര ഉസ്താദുമാരെ പ്രഭാഷണം കേട്ടവരോ. നെടിയനാട് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, അതേ ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, മഹാനായ കോയ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. അല്ലാ വലിയ ആലിമീങ്ങൾ അതേ 10, 20, 40 ദിവസം അവര് വഅദ് പറയുമ്പോൾ, അവരെ സദസ്സിലേക്ക് മുത്തുനബിനെ പറയുമ്പോ, മുത്തുനബി ചർച്ചക്ക് വരുമ്പോ, ഹബീബിനെ കുറിച്ച് കേൾക്കുമ്പോ ആ സദസ്സിൽ എന്തൊരു അരവമാണ്, ആ സദസ്സിൽ എന്തൊരു ശബ്ദമാണ്, ആ സദസ്സിൽ എന്തൊരു സലാത്ത് ഉയർന്നു
എന്ന മുഖരിതമായ അന്തരീക്ഷമാണ്. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ അടയാളമാ. അത് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസിക്ക്, ഞാൻ എന്റെയും നിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അത് ചങ്കിൽ മാത്രമാണ് സഹോദര, വായയിൽ മാത്രമാണ്, ചങ്കിന്റെ മേൽപോട്ട ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. നിനക്കറിയുമോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഉമറുൽ ഫാറൂഖിന് നമുക്ക് നല്ല ഓർമ്മയില്ലേ? മുസ്ലിം ഉമ്മത്തിന് ഓർമ്മയില്ലേ? മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വിശുദ്ധ ഇസ്ലാമിൽ എന്തെല്ലാം സുന്നത്തുകൾ നടപ്പാക്കിയിട്ടുണ്ട് അറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, 20 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അതേ ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്, 1-2 രാത്രികൾ നിസ്കരിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ കഴിയുമ്പോൾ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. 3-ാം ദിവസം മുത്തുനബി നിസ്കാരത്തിന് പുറത്തു വന്നില്ല. മഹാന്മാരായ സ്വഹാബത്ത് കേട്ടവർ ആവേശം കൊണ്ട് പള്ളിയിലെത്തിയത് അവര് ശബ്ദമനക്കുകയാ. തങ്ങളന്നിറങ്ങിയില്ല. സുബഹി നിസ്കാരത്തിന് പുറത്തിറങ്ങിയ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആവേശം കണ്ടു, നിങ്ങളെ മേൽ ഈ ഖിയാമു റമദാൻ ഫർളാക്കപ്പെടുമോ ഞാൻ പേടിച്ചു, അതുകൊണ്ടാ ഞാൻ പുറത്തു വരാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പള്ളിയിൽ പൊതു ജമാഅത്തായി അത് നിസ്കരിച്ചില്ല. പിന്നെയോ റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു ഇമാമും കുറച്ചാളുകളും, വേറെ ഒരു ഇമാമും കുറച്ചാളുകളും, വേറെ ഒരു ഇമാമും കുറച്ചാളുകളും ചെറിയ ചെറിയ സംഘങ്ങളായി ജമാഅത്തായി നിസ്കരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാലത്തും അങ്ങനെ തന്നെ തുടരുന്നു. ഉമർ ഫാറൂഖ് തങ്ങളെ ആദ്യകാലത്തും അങ്ങനെ തന്നെ തുടരുന്നു. ഒരു ദിവസം ഉമർ ഫാറൂഖ് തങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ ഇങ്ങനെ ജനങ്ങൾ പല ജമാഅത്തായി നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ ചിന്തിച്ചു, അല്ല, ഈ എല്ലാം കൂടി ഈ പള്ളിയിലുള്ള എല്ലാവരെയും കൂട്ടി ഒരൊറ്റ ജമാഅത്തായി നടപ്പാക്കിയെങ്കിലോ? ജമാഅത്ത് മുത്തുനബിയുടെ കാലഘട്ടത്തിലുള്ളതാ, 20 റക്അത്ത് മുത്തുനബിന്റെ കാലഘട്ടത്തിലുള്ളതാ. പക്ഷേ പല പല ജമാഅത്തുകളാ. ഈ പല ജമാഅത്ത് ഒറ്റ ജമാഅത്താക്കിയാലോ, ഔദ്യോഗികമായിട്ടൊരു ജമാഅത്തായി നിർവഹിച്ചാലോ? അന്ന് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് ചിന്തിക്കുമ്പോ 10,000-കണക്കിന് സ്വഹാബികൾ മദീനയിലുണ്ട്. ആയിഷ ബീവി ഉണ്ട്, അബൂ ഹുറൈറത്ത് തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളുണ്ട്, അബൂ ഉബൈദ തങ്ങളുണ്ട്, പ്രഗൽഭരും പ്രശസ്തരുമായ സ്വഹാബികളുണ്ട്. ഈ സ്വഹാബികളോടൊക്കെ കൂടിയാലോചന നടത്തിയിട്ട് ഈ എല്ലാ ജമാഅത്തും കൂടി ഒരൊറ്റ ഇമാമിന്റെ പിറകിലാക്കിയെങ്കിലോ? അങ്ങനെയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഈ 2 ഇമാമിങ്ങളെ കീഴിലായി ഒരൊറ്റ ജമാഅത്തായി നടപ്പാക്കിയത്. ഔദ്യോഗികമായ ഒരൊറ്റ ജമാഅ. ആ ജമാഅത്തിൽ എല്ലാവരും കൂടുന്നു. ഒരു സമയത്ത് 1-ലധികം ജമാഅത്ത് ആ സമയത്ത് പള്ളിയിലില്ല. അതേ എല്ലാവർക്കും കൂടി ഒറ്റ ജമാഅ. ഇതാണ് ഉമർ ഫാറൂഖിന്റെ പരിഷ്കരണം. നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി. ഇത് എത്ര നല്ല നിലപാടാ, ഇത് എത്ര നല്ല കാര്യമാ. അത് മഹാന്മാരായ സ്വഹാബത്ത് അംഗീകരിക്കുകയാ. അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ പള്ളികളിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നടപ്പാക്കിയതുപോലെ എല്ലാ മുസ്ലിമീങ്ങളെ പള്ളിയിലും, മക്കയിലും മദീനയിലും മുഹാബികളെ പള്ളിയിലും, ജമാഅത്തുകാരന്റെ പള്ളിയിലും, തബ്ലീഗുകാരന്റെ പള്ളിയിലും, സുന്നികളെ പള്ളികളിലും, എല്ലാ പള്ളിയിലും ഒരു ഇമാമാ, ഒരു ജമാഅത്താ. ഇത് ഉമർ ഫാറൂഖ് തങ്ങളുടെ നിലപാടാ. അത് ഇത്രയും കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ ഉമർ ഫാറൂഖ് തങ്ങൾ ആ വിഷയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുമ്പോൾ, ആഖിർ സമാനിലെ മക്കളെ നിങ്ങൾക്ക് കേൾക്കണോ? ഈ ഉമർ ഫാറൂഖ് തങ്ങൾ ഒരു ദിവസം മദീനത്ത് പള്ളിയിൽ നിസ്കരിച്ച് പുറത്തിറങ്ങുകയാ. ആ പുറത്തിറങ്ങിയപ്പോ അതാ ഒരു സ്വഹാബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടുകയാണ്. നൂറുകണക്കിന് സ്വഹാബികൾ അത് കേട്ടിരിക്കുകയാണ്. അവർ ജവാബ് പറയും പോലെ സാഗൂതം കേട്ടിരിക്കുകയാണ്. പാടുന്നതാരാ? ഒരു സ്വഹാബിയാണ്. പെട്ടെന്നാണ് ഉമറുൽ ഫാറൂഖ് ആ വഴിക്ക് വന്നത്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അന്ന് 20 രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. ഇന്ന് കേൾക്കുന്ന നമുക്കറിയുന്ന സൗദി അറേബ്യയും UAE-യും ഒമാനും എന്ന് വെക്കണ്ട. അതേ ഇറാനും ഇറാഖും മാത്രമല്ല, മിസ്റും ജോർദാനും മാത്രമല്ല, സിറിയയും ഡമാസ്കസ് അടക്കമുള്ള 20 സാമ്രാജ്യത്തിന്റെ പ്രസിഡന്റായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ സദസ്സിലെത്തിയപ്പോ പാടിക്കൊണ്ടിരിക്കുന്ന സ്വഹാബിയുടെ നാവിറങ്ങിപ്പോയി, പേടിച്ച് വിറച്ചു പോയി. വെറുതെ ഉമറുൽ ഫാറൂഖ് വരില്ല. ഞാൻ പാടിയതിലോ ഞാൻ ചെയ്തതിലോ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടാവണം, തിരുത്താൻ വേണ്ടി വന്നതാവണം, വെറുതെ വരൂല. ഉടനടി ശിക്ഷ നടപ്പാക്കുന്ന പ്രകൃതിക്കാരനാ. തന്റെ കയ്യിൽ എപ്പോഴും ചാട്ടവാറ, അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് ആ സ്വഹാബി മിണ്ടുന്നില്ല. ആളുകൾ പിരിഞ്ഞു പോവുകയാ. പിറ്റേ ദിവസവും ആ സ്വഹാബിക്ക് പാടാനുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടാനുണ്ട്. മറ്റൊരു സ്ഥലത്താ. ആ സ്ഥലത്ത് മഹാനായ ആ സ്വഹാബി പാടുന്നു. അവിടെയും നൂറുകണക്കിന് സ്വഹാബികൾ തടിച്ചുകൂടുന്നു. തീർത്തും അവിചാരിതമായി ഉമറുൽ ഫാറൂഖ് വരുന്നു. സ്വഹാബി വിറയ്ക്കുന്നു. ജവാനാവിറങ്ങിപ്പോയി, പാട്ട് നിർത്തിപ്പോയി. ഉമറൊന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ ദിവസവും ആ സ്വഹാബിക്ക് മറ്റൊരിടത്ത് പാടാനുണ്ട്. അതേ പാടിക്കൊണ്ടിരിക്കുമ്പോ ഉമറുൽ ഫാറൂഖ് ഞങ്ങൾ സദസ്സിലെത്തി. ഈ രംഗം കണ്ട സമയത്ത് ആ സ്വഹാബി സർവ്വ ധൈര്യവും സംഭരിച്ചുകൊണ്ട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെന്താ എന്നെ ഇങ്ങനെ പിന്തുടരുന്നത്? എനിക്ക് അബദ്ധം പറ്റിയോ? തെറ്റ് പറ്റിയോ? എന്നെ തിരുത്താനുണ്ടോ? ഉമറുൽ ഫാറൂഖ് തങ്ങളെ കണ്ണുകൾ നിറയുന്നു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, പറയുന്നു, സവാദേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ വെച്ച് നിങ്ങൾ 70 വരി പാടിയതല്ലയോ? നിങ്ങളെ പാട്ട് കേട്ട് ആനന്ദിച്ച മുത്തുനബി നിങ്ങൾക്ക് അവാർഡ് നൽകിയതല്ലേ? നിങ്ങളെ സ്വീകരിച്ചതല്ലേ? അതുകൊണ്ട് നിങ്ങളെ പാട്ടുകൾക്ക് പാവപ്പെട്ട ഉമറിന് പാടാനറിയില്ല. ഉമർ പാടുന്നില്ല. മുത്തുനബിന്റെ മുൻപിലിരുന്നു കൊണ്ട് 70 വരി നിങ്ങൾ പാടിയതാണ്. ആ പാട്ടൊന്ന് കേൾക്കാൻ ഞാൻ വന്നതാ. ശുഗലില്ലാത്തത് കൊണ്ടല്ല, സമയമുള്ളത് കൊണ്ടല്ല. ഈ പാവപ്പെട്ട ഉമറിന് രക്ഷപ്പെടാൻ തങ്ങളെപ്പറ്റി ഒന്ന് കേൾക്കാൻ. വഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി. അല്ലാഹ് ഹബീബിന്റെ മുൻപിൽ വെച്ച് സവാദ് ഇബ്നു ഖാരിബ് പാടിയതാണ്. അതേ അതെ, എല്ലാ മറഞ്ഞ കാര്യങ്ങളും തങ്ങൾ പറഞ്ഞാൽ അത്രയും വിശ്വാസമാ, അബദ്ധങ്ങളില്ല, അതേ തെറ്റുകയില്ല.
തങ്ങൾ പറഞ്ഞത് അത്രയ്ക്കും കൃത്യമാ. വഅന്നക അലൽ മുർസലീന വസീലതൻ ഇലല്ലാഹി യബ്നൽ ലക് റമീനൽ ത്വായിബി. സർവ പ്രവാചകന്മാരേക്കാൾ അല്ലാഹുവിന്റെ അടുത്ത് ഉയർന്നവരാണു നിങ്ങൾ. ഏറ്റവും വലിയ വസീലയാണു നിങ്ങൾ. ഏറ്റവും വലിയ മാർഗദർശനം, ഏറ്റവും വലിയ പിടിവള്ളിയാണ് തങ്ങൾ. അല്ലാഹ് 136 സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ പ്രവാചകരാണ് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ. മൂസ നബിനെ കണ്ടതിൽ നിങ്ങൾ സംശയിക്കണ്ട എന്ന് ഖുർആനിലില്ലേ. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ കണ്ടിട്ട് അതൊന്നും റബ്ബ് പറഞ്ഞില്ല. മൂസ നബിനെ കണ്ടതിൽ സംശയിക്കണ്ട. അല്ലാഹ് ഇമാം ഖുശൈരി തന്റെ റിസാലയിൽ രേഖപ്പെടുത്തിയത് കാണാം. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുന്നു, മൂസാ നബിയോട് പടച്ച റബ്ബ് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കലാം കേൾക്കാൻ കഴിഞ്ഞത് അക്ഷരങ്ങളില്ലാത്ത, ശബ്ദമില്ലാത്ത, തുടക്കമില്ലാത്ത, ഒടുക്കമില്ലാത്ത, ഇന്ന ഭാഗത്ത് നിന്നാണെന്ന് നിർണയമില്ലാത്ത, അത്ഭുതകരമാമത് നിരൂപിക്കാൻ കഴിയാത്ത എന്റെ കലാം നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് സാധാരണ ഒരു മനുഷ്യന്റെ കേൾവി ശക്തിയേക്കാൾ 10,000 ഇരട്ടി നിങ്ങൾക്ക് നൽകിയത് കൊണ്ടാണ്. സാധാരണ ഒരു മനുഷ്യന്റെ കലാമിന്റെ ശക്തിയേക്കാൾ 10,000 ഇരട്ടി ശക്തി തന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് കലാമാക്കാൻ കഴിഞ്ഞത്. മൂസ നബിയേ, നിങ്ങളെ കയ്യിലുള്ളതായ ആ വടി കൊണ്ട് ആ കല്ലിലൊന്ന് അടിക്കുമ്പോൾ 12 അരുവികളാ പൊട്ടിയൊഴുകിയത്. അതേ കലൻ കണക്കിന് ജലമാണതിൽ കൂടി പൊട്ടിയൊഴുകിയത്. എന്തൊരത്ഭുതമാ! ചെങ്കടൽ പിളർത്തിയവരാണു നിങ്ങൾ. ഈ അത്ഭുതങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളോട് എനിക്ക് ഏറ്റവും അഹബ്ബുമാതകൂനു ഇലയ്യ വഅഖറബുഹു, ഞാനും നിങ്ങളുമായിട്ട് ഏറ്റവും അടുക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നിയത് എപ്പോഴാണെന്നറിയോ? എന്റെ ഹബീബ് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയപ്പോഴോ, ചുണ്ട് ചലിക്കുമ്പോഴോ, തങ്ങളെ പറയുമ്പോഴോ. നാളെ മഹ്ശറയിൽ എല്ലാ മനുഷ്യന്മാരും അതേ ശക്തമായിരിക്കുന്ന സൂര്യന്റെ വെയിലിന്റെ ചൂട് കൊണ്ട് തല ഒടിയുമ്പോൾ, അതേ ഒരു ഭാഗത്ത് തളർന്നു പോകുമ്പോ, അന്ന് നിങ്ങൾ തളരാതിരിക്കാൻ, നിങ്ങളെ കഴുത്ത് കുഴയാതിരിക്കാൻ, തെക്കം വെയിൽ തട്ടിയിട്ട് പട്ട ഒടിയും പോലെ, തെങ്ങിന്റെയും കമുങ്ങിന്റെയും പട്ട ഒടിയും പോലെ കഴുത്ത് ഒടിയാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് പറയലാ, സ്വലാത്ത് ചൊല്ലലാ. ഇത് മൂസ നബിയോട് പടച്ച റബ്ബ് പറഞ്ഞത്, വഴിയറിയിച്ചത്. ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പോലും അതേ വഅന്നക അലൽ മുർസലീന വസീലതൻ ഇലല്ലാഹി യബ്നൽ ലക് റമീനൽ ത്വായിബി ഫകുല്ലി ശഫീഅൻ യൗമ ലദു ശഫാഅതി ബിമുഗ്നിൻ ഫതിലൻ സവാദി ബിനി ഖാരിബി. തങ്ങൾ ശഫാഅത്ത് ചെയ്യുമല്ലോ, രക്ഷപ്പെടുത്തുമല്ലോ, പരിഗണിക്കുമല്ലോ, തിരിഞ്ഞു നോക്കുമല്ലോ, അവിടുന്ന് എത്തി നോക്കുമല്ലോ. ഈ വരി പാടിയപ്പോ ഉമർ കരഞ്ഞതാ. ഇതൊന്ന് കേൾക്കാനാ, ഇതൊന്ന് ആസ്വദിക്കാനാ ഞാൻ നിങ്ങളെ സദസ്സിൽ വരുന്നതെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ആഖിർ സമാനിലെ മക്കളോട്, അതേ സുന്നത്ത് ജമാഅത്തിന്റെ അഖിലുകാരെ ഷിആർ ഒന്ന് അതുതന്നെയാ.
നിങ്ങൾക്കെന്തേ വായ പൊന്താത്തത്? ശബ്ദമെന്തേ ഉയരാത്തത്? എന്തേ പരിസരം മറന്നുകൊണ്ട് ആവേശത്തോടുകൂടി മറ്റൊരാളെ പ്രേരണയില്ലാതെ പ്രചോദിപ്പിക്കാതെ സ്വലാത്ത് വരുന്നില്ല? ഈമാനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ശിആർ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുമില്ല. അല്ലാ, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തല്ലോ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകല്ലോ, നാവ് നന്നാക്കല്ലോ, കാത് നന്നാക്കല്ലോ. മലീമസമായ ദുഷിച്ചതായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനാൽ ഞങ്ങളെ കാതിലേക്ക്, ഞങ്ങളെ കണ്ണിലേക്ക് മുത്തുനബിന്റെ ആസാറുകൾ, മുത്തുനബിന്റെ ശിആറുകൾ, മുത്തുനബിന്റെ പ്രത്യേകതകൾ അങ്ങ് കയറുന്നില്ല. നന്നാക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരെ ശിആറാണ്. പറയാതെ ആർക്കത് പറയണ്ടേ? പഴയ കാലത്ത് ആവേശത്തിൽ ചെല്ലും സലാത്ത്. നീ നമ്മൾ പറയണം, നിങ്ങൾ ചെല്ലിട്ടോ, സലാത്ത് ചെല്ലിട്ടോ. ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഓ, എന്നാൽ വേണ്ട ചില സ്ഥലത്തൊക്കെ നമുക്ക് ശബ്ദം ഉയരുന്നുണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടവരെ കേൾക്കുമ്പോ, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ പറ്റി പറയുമ്പോ, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ ചരിത്രം കേൾക്കുമ്പോ, അവരെ വിശേഷണങ്ങൾ പറയുമ്പോ, അവരെ പൊലിമകൾ പറയുമ്പോ, നമ്മളിൽപ്പെട്ട പല ആളുകളും പരിസരം മറന്നുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുന്നില്ലേ? കൂവി വിളിക്കുന്നില്ലേ? ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്നില്ലേ? അതാണ് ഞാൻ എന്റെയും നിന്റെയും സുന്നിത്തമായിട്ട് തൊണ്ടയിൽ ഇങ്ങോട്ട് പുറത്തേക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമതൊന്നും കൂടി പറയാം. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരെ തിരിച്ചറിയാനുള്ള അടയാളം, മഹാന്മാരെ പേര് കേൾക്കുമ്പോൾ, സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ, അഇമ്മത്തിന്റെ പേര് കേൾക്കുമ്പോൾ, ഔലിയാക്കളെ പേര് കേൾക്കുമ്പോൾ പരിസരം വിട്ടവർ തെറുളിയത്ത് പറയും. അത് പഴയകാലത്തെ വഅദിന്റെ പ്രത്യേകതയാണ്. റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനെ പറ്റി ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു സ്ഥലത്ത് പോലും അവരെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ടോ റളിയത്ത് കൊണ്ടോ പരിഗണിക്കാത്ത ഒരു സ്ഥലം ഖുർആനിലില്ല. റളിയല്ലാഹു അൻഹും വറദ്വാൻ യുബശ്ശിറുഹും ബിറഹ്മത്തിൻ മിനല്ലാഹി വറിദ്വാൻ. ഇങ്ങനെ ഏതെങ്കിലും ആ മഹാന്മാരായ സ്വഹാബാക്കളെ റിദ്വാൻ കൊണ്ടോ റഹ്മത്ത് കൊണ്ടോ വിശേഷിപ്പിക്കാത്ത ഒരു സ്ഥലം പോലും വിശുദ്ധ ഖുർആനിലില്ല. അത് സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരെ ശിആറാണ്. വേറെ ആളെ സാസ് പോയി അത് കിട്ടൂല. ആ ശിആർ കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ നമ്മളെ സ്വീകരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് പരിസരം വിട്ട് പറഞ്ഞു പോകും. അത് ഒരാൾ പ്രചോദിപ്പിക്കേണ്ടതില്ല, പ്രേരിപ്പിക്കേണ്ടതില്ല. ഇത് നമ്മൾ കുറെയൊക്കെ പറഞ്ഞു എന്തൊരു ക്ഷീണമാണെന്നറിയോ, എന്തൊരു പ്രയാസമെന്നറിയോ. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ശിആർ വേണം. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. മുത്തുനബിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് പറയാറുണ്ട്. മഹാന്മാരെ പേര് കേൾക്കുന്ന സമയത്ത് തെറുളിയത്ത് പറയാറുണ്ട്, റഹ്മത്ത് കൊണ്ട് ദുആ ചെയ്യാറുണ്ട്. എന്നാൽ മഹാനായ അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ കേൾക്കുമ്പോഴോ, അല്ലാ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് ചൊല്ലാറുള്ളത്? എന്തേ ഒന്നും നമുക്ക് ചൊല്ലാനില്ലയോ? ഒന്നും നമ്മൾ ചൊല്ലേണ്ടതില്ലയോ? ഒന്നും ആ സമയത്ത് നമുക്ക് പറയാനില്ലയോ? നിങ്ങളെ നാട്ടിൽ എത്ര ആലിമീങ്ങളുണ്ട്? നിങ്ങൾക്ക് പരിചയമുള്ള എത്ര ആലിമീങ്ങളുണ്ട്? നിങ്ങൾക്ക് ബന്ധമുള്ള എത്ര ആലിമീങ്ങളുണ്ട്? ചോദിക്കൂ ആ ആലിമീങ്ങളോട്. എത്ര കിതാബുകൾ ഓതിയവരാ. മഹാനായ ഇസ്മായിൽ ഉസ്താദ് ഉൾപ്പെടെ
അതുപോലത്തെ ഇവിടുത്തെ മറ്റു ഉസ്താദുമാരുൾപ്പെടെ ഏതെല്ലാം കിതാബുകൾ ഓതിയിട്ടുണ്ട്. ഫിഖ്ഹിന്റെ കിതാബ് ഓതിയിട്ടുണ്ട്, തഫ്സീറിന്റെ കിതാബ് ഓതിയിട്ടുണ്ട്, തസവ്വുഫിന്റെ കിതാബ് ഓതിയിട്ടുണ്ട്, അതേ മറ്റു ഫുനൂനുകൾ ഓതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു മക്കളെ, പ്രത്യേകിച്ച് മുത്തഅല്ലിമീങ്ങളോട്, ഇന്ന് വരെ ഏതെങ്കിലും ഒരു കിതാബിൽ ഒരു ഇമാമ് ഖാലല്ലാഹു എന്ന് മാത്രം പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖാലല്ലാഹു എന്ന് മാത്രം പറഞ്ഞത് കാണൂല. ഒന്നുകിൽ ഖാലല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലെങ്കിൽ അസ്സമിൻ ഖായിലിൻ സുബ്ഹാന. ഇങ്ങനെ ജലാലത്തിന്റെ ഇസ്മിന്റെ പിറകെ ആ തഅലീമിനെ കുറിക്കുന്ന തസ്ബീഹ് ഉണ്ട്. തസ്ബീഹ് ചൊല്ലാത്ത ഒരു ഇമാമും ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ കേൾക്കുമ്പോ നമ്മൾ ചൊല്ലണം സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാ ഹു. ഞാൻ ചോദിക്കുന്നു, ഒരു 25 വയസ്സ് വേണ്ട, ഒരു 35 വയസ്സിന്റെ താഴേക്ക് പ്രായമുള്ള ആളുകളോട് ഖാലല്ലാഹു അസ്സ വജല്ല എന്ന് പറയുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ അറിയുന്ന എത്ര ആളുകളുണ്ട്? ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. പഴയകാലത്ത് നമ്മുടെ ഖത്തീബുമാര് ഒന്നാമത്തെ ഖുത്ബയുടെ അവസാനത്തിൽ ആയത്തോതുമ്പോൾ പറയും കലാമുല്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോ ഓഡിയൻസ് മുഴുവനും പറയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാ ഹു. ഞാൻ ചോദിക്കുന്നു, അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ നോക്കി എത്ര ആള് പറയുന്നുണ്ട്? പ്രായമുള്ളവര് പറഞ്ഞെങ്കിലല്ലേ ചെറുപ്പക്കാര് കേൾക്കുകയുള്ളൂ, കേട്ടെങ്കിലല്ലേ അവര് പഠിക്കുകയുള്ളൂ. മക്കളെ, അത് സുന്നത്ത് ജമാഅത്തിന്റെ ശിആറാണ്. അതേ താഴെ പള്ളിയിൽ, അകത്തെ പള്ളിയിൽ മുതിർന്നവർ, പ്രായമുള്ള ആളുകൾ ഇത് ഉച്ചത്തിൽ ചെല്ലുമ്പോൾ മുകളിലുള്ള കുട്ടികൾക്ക് മനസ്സിലാകും താഴത്തെന്തോ നടക്കുന്നുണ്ട്, അവിടെ ഖുതുബയുണ്ട്, മൊബൈലിൽ തോണ്ടിക്കളിച്ചൂടാ, അതിനൊക്കെ ഹേതുകമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സർവ്വ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരോടും ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിച്ചോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ശുഭലക്ഷണമാണല്ലോ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് മുതൽക്ക് ഹബീബിന്റെ പേര് കേൾക്കുമ്പോ, മഹാന്മാരെ പേര് കേൾക്കുമ്പോ, ജലാലത്തിന്റെ ഇസ്മ കേൾക്കുമ്പോ, പ്രായമുള്ളവരും അതേ തന്റെ ഇടമുള്ളവരും ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും ആ സമയത്ത് ചൊല്ലേണ്ടത് ചൊല്ലി അത് പരിഗണിക്കണേ. അത് കണ്ട് നമ്മുടെ മക്കള് പഠിക്കണേ.